വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയേ, താഴ്ത്തിക്കോ. തിരിച്ചു ചെല്ലുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുമ്പിൽ പോകുന്നവരൊന്ന് കൈവക്കിയേ. വെറും 5% കുറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മള് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുമ്പിൽ വന്ന് പലതുമൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷെ ഈശോ ഒറ്റ കാര്യം മാത്രം നമ്മളോട് പറഞ്ഞു, മോളെ നീ എവിടെ വേണമെങ്കിലും പൊക്കോ, എനിക്കതിനകത്തൊരു വിഷയം. നീ പോകുന്നതിന് മുമ്പേ 3-4 തുള്ളി ചോര വീഴുന്ന ചെറിയൊരു മുറിവുള്ളൊരു ഹൃദയമാണ് ഇത്. നീ കണ്ടിട്ട് പൊക്കോ. പുറത്തു പോയി നിന്റെ പ്രവൃത്തി, ചില വാക്കുകൾ, ചില നോട്ടങ്ങൾ, അത് എന്റെ ഈ മുറിവിന് വലിപ്പം കൂട്ടരുത്. പൊക്കോ, തിരിച്ചു വരുമ്പോ ഒന്ന് കാണണോട്ടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറക്കി വിടുന്നത്. എങ്ങനെ തിരിച്ചു വരുമ്പോ കാണാനാണ്? അമ്മാതിരി ഡയലോഗും അമ്മാതിരി പെരുമാറ്റവും നമ്മൾ പുറത്ത് നടത്തിയത്. അതുകൊണ്ട് ചിലരൊക്കെ അടുക്കളയിൽ കൂടി വരും, ഇല്ലേ? ഉമ്മറത്തെ കൂടി പോകാനിച്ചിട്ട് പാടാം. പ്രിയമുള്ളവരെ, ഇത് നമ്മളുടെ ജീവിതത്തെ നമ്മൾ പാലിക്കണം. നമ്മളുടെ മക്കളെ നമ്മൾ ഇത് പഠിപ്പിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ മാത്രമല്ല, തിരിച്ചു വരുമ്പോ ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഈശോയെ എന്റെ വീട്ടിലുള്ള ഒരു ജീവിക്കുന്ന അപ്പനായിട്ട് കാണാൻ പറ്റും. എവിടെ പോകുമ്പോഴും കർത്താവിന്റെ അടുത്ത് കർത്താവ് ഞാൻ ഇങ്ങനെ സ്ഥലത്തേക്ക് പോകാണ്ട്, തിരിച്ചു വരുമ്പോഴേ എത്തിയേട്ടാ. വീട്ടില് അപ്പൻ ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അപ്പനോട് പറഞ്ഞിട്ട് പോകും, തിരിച്ചു വരുമ്പോഴും അപ്പനോട് പറയും എത്തിയേട്ടാ. ആ ഒരു ഫീല്, ആ ഒരു ബന്ധം നമുക്ക് ഈശോയുടെ തിരുഹൃദയവുമായിട്ട് ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കണമെന്നാണ്. മനുഷ്യ മക്കളെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ഒരൽപ്പം പോലും പ്രതിസ്നേഹം ലഭിക്കാതെ അനേകരിൽ നിന്ന് നിന്ദനം മാത്രം ഏറ്റുവാങ്ങുന്ന വേദനിക്കുന്ന എന്റെ ഹൃദയത്തെ കണ്ട